ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കഥയാണ് പറയുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പം അതിൻ്റെ ബാലൻസ് മുതൽ ഞാനങ്ങ് തുടങ്ങുകയാണ്. അപ്പം അവസാനമായിട്ട് കണ്ടത് നമ്മുടെ സച്ചി രേവതിയും കൂടെ സുധീനെ ആ ഒരു പിച്ച എടുക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നിക്ക് സച്ചേട്ടാ, സുധീനെയും കൂടെ വിളിക്കുക, അദ്ദേഹത്തിനെയും കൂടെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചെന്ന് വിളിക്കുക, എടാ ഇറങ്ങി വാടാ, നീ ഇറങ്ങി വാ എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും സുധിക്ക് ഇറങ്ങാൻ ഒരു മടി. ഇത് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനെ കാണുമ്പോഴുള്ള അവസ്ഥയാണ്. ഒരു പിച്ച എടുക്കുന്ന വേഷത്തിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി അച്ചാ അച്ചാ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ സച്ചി വരുന്നത്. അപ്പോഴേക്കും ചന്ദ്ര, ഓ പിച്ചക്കാരെ പോലെ വിളിക്കുന്ന കേട്ടില്ലേ, തുടങ്ങി അവന് എന്നിങ്ങനെ പറഞ്ഞപ്പോ, അതെ പിച്ചക്കാരൻ വന്നിട്ടുണ്ട്, അതേ വല്ലതും കൊടുക്ക്, പിച്ചക്കാരൻ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇറങ്ങി വന്നു. പിച്ചക്കാരനോ, ഏത് പിച്ചക്കാരൻ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. രവീന്ദ്രൻ ഇറങ്ങി വന്നു. കണ്ടതും നമ്മുടെ സുധി ചങ്ക് തകർന്നില്ലേ, പിന്നെ പറയാനുണ്ടോ, അയ്യോ പൊത്തോ എൻ്റെ മോൻ എന്നാ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചന്ദ്ര അങ്ങ് തുടങ്ങി. അപ്പൊ അത് ഞാൻ കൂടുതൽ ഡയലോഗ് ഇട്ട് പറയുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശേഷത്തിൽ ഉച്ചക്കിട്ട വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഞാൻ ഡയലോഗ് ഇട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് 2 പ്രാവശ്യം കേൾക്കുമ്പോൾ ബോറാവുമല്ലോ. അങ്ങനെ അകത്തേക്ക് കയറി വന്നു നമ്മുടെ സുധി. അപ്പോഴേക്കും തന്നെ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ നീ ഈ വേഷത്തില് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അച്ഛ എന്നും പറഞ്ഞ് ഒന്നും പറയുന്നുമില്ല, എന്നാ ഒരു നിഷ്കളങ്ക അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. ആർക്ക് കണ്ടാലും പാവം തോന്നും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, ഓ പൊന്നുമോനെ, എളുപ്പം പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധി നോക്കിയതാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, എന്താടാ മോനെ, നീ പിച്ച എടുത്താണോടാ പൈസ ഉണ്ടാക്കുന്നത്? നീ എന്തിനാടാ ഇതുവരെ അന്യന്റെ അടുത്ത് പോയി കൈ നീട്ടാനുള്ള ഒരു ഗതികേട് നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനാടാ നീ ഈ മഹാപാപം ചെയ്തത്? മഹാപാപി, നീ എന്തിനു പോയി പിച്ച എടുക്കാൻ വേണ്ടി? നിനക്ക് പൈസ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ തരാത്തത്? 5ഓ 10ഓ പോട്ടെ, ഒരു 500 രൂപ വരെ ഞാൻ നിനക്ക് തരാറില്ലേ? നീ പിന്നെ എന്തിനാടാ പോയി പിച്ച എടുത്തത്? അത്യാവശ്യം നിന്റെ ചെലവിനുള്ള പൈസ നിന്റെ കെട്ടിയോളും തരുന്നില്ലെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ എൻ്റെ ചെലവിനുള്ള പൈസ തരുന്നുണ്ട്. ഈ വീട്ടിലെ ചെലവ് നോക്കുന്നത് ആരാ? എന്റെയും ശ്രുതിയുടെയും ചെലവ് നോക്കുന്നത് ശ്രുതി. പോട്ടെ, ഈ വീട്ടില് ഞാന് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ആവശ്യപ്പെട്ടു. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല പോലും, അമ്മയ്ക്ക് പ്രമാണം വെച്ച് പൈസ തരാൻ പറ്റില്ല പോലും. അപ്പൊ പിന്നെ വേറൊരു വഴിയും കണ്ടില്ല ഞാന്. അതിന് നീ പിച്ച തെണ്ടിയാണോടാ കാനഡയ്ക്ക് പോകുന്നത്? പിച്ച തെണ്ടിയല്ല കാനഡയ്ക്ക് പോകുന്നത്. ഞാനൊരു സന്യാസിയെ പോയി കണ്ടിരുന്നു. ആ സന്യാസിയാ പറഞ്ഞത്, ഞാൻ പിച്ച തെണ്ടി ഒരു ദിവസം നേർച്ചയായിട്ട് ആ അമ്പലത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നും അതുപോലെ തന്നെ കാനഡയ്ക്ക് പോകാനുള്ള പൈസ എനിക്ക് കിട്ടുമെന്നും. ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ, എടാ പൊട്ടാ, നീ എന്തൊരു പൊട്ടനാടാ, 5-6 ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞോട്ട് നടക്കുക അവന്. എടാ നാണമില്ലേടാ നിനക്ക്? പിച്ച തെണ്ടി പൈസ മേടിച്ച് അവന് നേർച്ചയാണ് പോലും. നിന്നെ ആരോ കൊണ്ടുപോയി കെണി കുരുക്കാൻ വേണ്ടിയായിരുന്നു. എടാ പൊട്ട, നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക, അധ്വാനിച്ചാൽ മാത്രമേ പൈസ ഉണ്ടാകത്തുള്ളൂ. ഇല്ലാതെ വെറുതെ ഒന്നും ദൈവം വാരിക്കൊരു പൈസ തരില്ല. പിച്ച എടുക്കുന്നതും ഒരു അധ്വാനം തന്നെയാടാ. അത് ശരിയാ, ആ സ്വാമിജി പറഞ്ഞതിലും കാര്യമുണ്ട്. നീ പിച്ച എടുത്തെങ്കിലും നീ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി യാചിച്ച് ഉണ്ടാക്കുന്ന പൈസ അതിന് ഒരു വിലയും ഇല്ലടാ. അതിന് എന്നും പിച്ച കാശ് തന്നെയാ. സ്വന്തമായിട്ട് നീ അധ്വാനിച്ച് ജീവിക്കാൻ നോക്കടാ. നീ ഇറങ്ങ്. ഈ പിച്ച എടുക്കുന്ന സമയത്ത് നീ എവിടെയെങ്കിലും ജോലി തേടി പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ജോലി കിട്ടത്തില്ലേ? നിനക്ക് അങ്ങനെ പതുക്കെ പൈസ ഉണ്ടാക്കി നിനക്കും കാനഡയ്ക്ക് പോകാൻ പറ്റൂലോ, എവിടെ വേണമെങ്കിലും പോകാൻ പറ്റൂലോ. അല്ലാതെ ഒറ്റയടിക്കെല്ലാം മിഴുങ്ങാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. പിന്നെ നീ പിച്ച തേണ്ടി നടക്കേണ്ടി വരുമെന്നും. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കുന്നില്ല. ചന്ദ്ര പറഞ്ഞു, മനുഷ്യ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. മോനെ സുധി, എടാ നീ പോയി വേഷം മാറ്റ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്താണ് ഫോണൊക്കെ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ശ്രുതി ഇറങ്ങി വരുന്നത്. ശ്രുതി കണ്ടതും ശ്രുതിയുടെ കൺട്രോളും പോയില്ലേ. ശ്രുതി ആണെങ്കിൽ ഇത് എന്താ ശ്രുതി ഇത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ
ചന്ദ്രയും അതുപോലെ തന്നെ രേവതിയും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും സഹിക്കുവോ ശ്രുതി ചോദിച്ചു, എന്തിനാ ശ്രുതി ഇങ്ങനെ ചെയ്തത്? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയത്തില്ലേ, എന്നോട് ചോദിക്കത്തില്ലേ? ആരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പിച്ചക്കാരനല്ലേ? ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഭിക്ഷ ചോദിക്കുന്നു. ഇതുപോലെ തന്നെയാണല്ലോ ഞാൻ പുറത്തിറങ്ങി ഭിക്ഷ ചോദിക്കുന്നത്. ഭാര്യയുടെ മുമ്പിൽ ഭിക്ഷ ചോദിക്കുന്നു, അമ്മയുടെ മുമ്പിൽ ഭിക്ഷ ചോദിക്കുന്നു, അച്ഛന്റെ മുമ്പിൽ ഭിക്ഷ ചോദിക്കുന്നു. ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിലും ഭിക്ഷ ചോദിക്കാമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് പൊട്ടിക്കരഞ്ഞ് ശ്രുതിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രണ്ടടിയൊക്കെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക, എന്തിനാ എന്നോട് ഈ മഹാഭാവം ചെയ്തത്? ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്? ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ ഓരോ നിമിഷവും ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ജീവിക്കുന്നത്? അത് ശ്രുതി മനസ്സിലാക്കുക. ശ്രുതിക്ക് വേണ്ടി മാത്രം വന്ന് ഇറങ്ങിപ്പെട്ടൊരു പെണ്ണ ഞാൻ. ശ്രുതി ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശ്രുതി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ശ്രുതി എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ശ്രുതിനെ ഒരിക്കലും ഞാനിങ്ങനെ കഷ്ടപ്പെടാൻ വിടില്ല. ജോലി തേടണം, ജോലി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ ആത്മാഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാനാ. അല്ലാതെ ഒരിക്കലും തല കുനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പിച്ചയെടുക്കാനല്ല ശ്രുതി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ശ്രുതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഏതായാലും ഭയങ്കര ഒരു സീൻ തന്നെയാണത്. ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ. എന്നിട്ട് എനിക്കിപ്പോൾ ശ്രീകാന്തിനെ കാണണമെന്ന് അവിടെ ഉള്ള ഒരാളോട് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ആ സ്റ്റാഫ് പോയി ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്ത്, നിന്റെ ഭാര്യ വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം, എന്നാൽ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയത്തില്ലായിരുന്നോ? വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്റെ ജോലി ചെയ്തോളാം, നീ ഇപ്പം ചെല്ല്, ഇപ്പം ഓണർ ഇവിടെ ഇല്ലല്ലോ, നീ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞ് ശ്രീകാന്തിനെ പറഞ്ഞു വിടാം. അങ്ങനെ ശ്രീകാന്തിനെ കണ്ടതും വർഷ, ശ്രീകാന്തെ വാ നമുക്ക് പോകാം, വീട്ടിൽ പോകാം. വീട്ടിൽ പോകാമെന്നോ? എന്തിന്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ വരുന്നില്ലെന്ന്. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, ഇവിടെ കഴിയുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അതിപ്പം വല്ല മൂട്ടകടി കൊണ്ടാണെങ്കിലും ഞാൻ ഇവിടെ കഴിയുന്നുണ്ട്, എനിക്ക് വേറെ ആരുടെയും വീട്ടിൽ വന്ന് കഴിയാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം, ഓഹോ, അപ്പം മൂട്ടകടി കൊണ്ട് ഇവിടെ കഴിയാം. എന്നിട്ട് എൻ്റെ വീട്ടിൽ വരാൻ പറ്റില്ലല്ലേ? അത് പിന്നെ ശ്രുതി എന്നല്ല പക്ഷേ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നിനക്ക് എന്ന് എൻ്റെ വീട്ടിൽ വരാൻ തോന്നുന്നോ അന്ന് നീ വന്നാൽ മതി, അന്ന് നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിൽ പോകാം. അതുവരെ ഒരു പ്രശ്നമില്ല, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയും. അല്ലാതെ ഒരിക്കലും ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കഴിയില്ല. അത് ചിലപ്പം എൻ്റെ അച്ഛന് സഹിച്ചെന്ന് വരില്ല, ഇവിടെ കഴിയുന്നതും എൻ്റെ അച്ഛന് സഹിക്കില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അപ്പം മൂട്ടകടി കൊണ്ട് ഇവിടെ കഴിയാനല്ലേ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഓഹോ, കൊള്ളാടാ നീ. അപ്പം മൂട്ടകടി കൊണ്ടാലും കുഴപ്പമില്ല, നിനക്ക് എൻ്റെ വീട്ടിൽ കഴിയാൻ പറ്റില്ല. മനസ്സിലായി, എല്ലാം മനസ്സിലായി. അതൊക്കെ പോട്ടെ, പെട്ടെന്ന് വാ നമുക്ക് പോകാം വീട്ടിൽ. നിന്നോടല്ലേ ഞാൻ വീട്ടിൽ വരുന്നില്ലെന്ന് പറഞ്ഞത്, അത് പിന്നെ വേറെ എങ്ങോട്ടും അല്ല, നമുക്ക് ശ്രീകാന്തിന്റെ വീട്ടിൽ പോകാന്നാ ഞാൻ പറഞ്ഞത്. അപ്പം നീ വീട്ടിൽ പോകാൻ റെഡി ആയിട്ടാണ് ഇപ്പം വന്നത്? ഇപ്പം ഞാൻ വീട്ടിൽ പോകാൻ റെഡി ആയിട്ടാണ് വന്നത്. ഇവർ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതം സ്പോയിൽ ചെയ്യുന്നത്? അങ്ങനെ കളയേണ്ട ജീവിതമാണ് നമ്മളും ജീവിക്കണ്ടേ? അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ റോഷനല്ലേ, അവൻ എന്നെ ശല്യം ചെയ്യാൻ വന്നപ്പം എന്നെ രക്ഷപ്പെടുത്തിയത് സച്ചേട്ടനാ. അപ്പൊ നിനക്ക് സച്ചേട്ടനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇപ്പം ആ റോഷൻ നിന്നെ ശല്യം ചെയ്യാൻ വന്നല്ലേ? അവനാള് കൊള്ളാലോ. എന്നിട്ട് സച്ചേട്ടൻ അവനെ ഇടിച്ച് പഞ്ചറാക്കിയോ? അവനെ ഇടിച്ച് പഞ്ചറൊക്കെ ആക്കി. ഇതാ പറഞ്ഞത്, പാവോ സച്ചേട്ടൻ. ദേ, സച്ചേട്ടനെ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട. സച്ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ, അത് തെറ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ അച്ഛനെ തല്ലിയത് തെറ്റായ കാര്യം തന്നെയാ, പറഞ്ഞു മനസ്സിലാക്കായിരുന്നല്ലോ എൻ്റെ അച്ഛനെ. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലിയില്ലേ? അതുകൊണ്ട് സച്ചേട്ടനെ കൂടുതൽ വെള്ള പൂശാനൊന്നും ശ്രമിക്കണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത്. പിന്നെ സച്ചേട്ടൻ എന്നെ രക്ഷിച്ചു വന്നത് ശരിയൊക്കെ തന്നെയാണ്. ഏതായാലും രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം ബാ നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ, അതങ്ങ് തീരട്ടെ. ഞാൻ ശമ്പളം മേടിക്കുന്നതാണേ. ശമ്പളം മേടിക്കുന്ന ജോലി അത് തീർത്ത് കഴിഞ്ഞേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ ജോലിക്കാരൻ പോയി ജോലി ചെയ്യുക, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ വെയിറ്റ് ചെയ്യാം. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹിമേനെയും മധുസൂദനെയാണ്. മഹിമയും മധുസൂദനും കൂടെ ഉണ്ടല്ലോ ഭയങ്കര സങ്കടത്തില. നമ്മുടെ മഹിമയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചു പിറക്കി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് മധുസൂദനം വന്ന് ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്താ പറ്റിയത്? നമുക്ക് ആലപ്പുഴയെ കുറിച്ച് ബോട്ടില്ലേ? ഉണ്ട്, ബോട്ടുണ്ടല്ലോ, അതിനിപ്പോ എന്താ മഹിയേട്ടാ? ആ ബോട്ട് വല്ലതും മുങ്ങിപ്പോയോ? അതെന്താ മധുവേട്ടനെ അങ്ങനെ ചോദിച്ചത്? നിന്റെ ഈ ഇരിപ്പും കിടപ്പും നിപ്പൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ബോട്ട് മുങ്ങി, ലാഭവും നഷ്ടമൊക്കെ പോയി, ലാഭമൊക്കെ പോയി നഷ്ടത്തിലായെന്ന്. അത് പിന്നെ എൻ്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.
അവളും പോയി, നമ്മുടെ എല്ലാ പ്ലാനും പൊട്ടി പാളീസായി പോയില്ലേ. എനിക്ക് എൻ്റെ മോളെ നന്നായിട്ട് അറിയാം, നിനക്ക് അറിയാത്തത്. അവൾ ഇപ്പം പിണങ്ങി ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു ദിവസം അവിടെ നിന്ന് പിണങ്ങി ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട മഹിമേ. അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലാഞ്ഞിട്ടാ. അവളിപ്പോൾ ഒരു വാശിക്ക് അങ്ങോട്ട് പോയെങ്കിൽ വേറൊരു വാശിക്ക് അവൾ ഇങ്ങോട്ട് വരും. പിന്നെ നീ എവിടെ നാണം കെട്ടെന്നാ പറയുന്നത്? ഞാനല്ലേ നാണം കെട്ടത് നിന്റെ പ്ലാൻ കാരണം. ഞാനല്ലേ ആ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടത്. ഏതായാലും നീ വെയിറ്റ് ചെയ്യുക, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ കണ്ടുപിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയും അതുപോലെ രവീന്ദ്രനും ഒക്കെ വീട്ടിനകത്താണ്. അങ്ങനെ രവീന്ദ്രൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ശ്രീകാന്ത് അച്ഛ എന്ന് വിളിക്കുന്നത്. ഓ, ഒരു ഞെട്ടലായിരുന്നു നമ്മുടെ രവീന്ദ്രന്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. കാരണം അത്ര പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് രവീന്ദ്രൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ശ്രീകാന്തിനെ കണ്ടതും മോനെ നീ ഒറ്റയ്ക്കാണോ വന്നത്? ഹേയ് അല്ലച്ചാ, എൻ്റെ കൂടെ ദേ എൻ്റെ ഭാര്യയുണ്ട് എന്നും പറഞ്ഞ് വർഷേനെ കാണിക്കാം. അങ്ങനെ വർഷ കയ്യിലൊരു കേക്കൊക്കെ പിടിച്ചോണ്ടാ വരുന്നത്. അങ്ങനെ വർഷേനെയും ശ്രീകാന്തിനെയും കണ്ടതും ഭയങ്കര സന്തോഷം നമ്മുടെ രവീന്ദ്രന്. അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രയെ, എടി ചന്ദ്രയെ ഇങ്ങ് വന്നേ ചന്ദ്രയെ എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷത്തോടു കൂടി വിളിക്കാം. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഈ മനുഷ്യൻ എന്താ, മനുഷ്യന് സമാധാനം തരത്തിലൊന്നും കിടക്കാൻ പോലും സമ്മതിക്കത്തില്ല ഈ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ എണീറ്റു വന്നുകൊണ്ടേ നോക്കിയത് ശ്രീകാന്തും വർഷയും നിൽക്കുന്നു. ഞെട്ടിപ്പോയില്ലേ മക്കളെ നിങ്ങള്? വർഷേ മോളെ നീയാ? അതെ ഞാനാ, വർഷ തന്നെ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞ അതെ ഞാനാ ശ്രീകാന്ത് തന്നെ. അല്ല ഇത് സ്വപ്നമാണോ രവിയേട്ടാ? ഒരു സ്വപ്നമല്ല, ഇത് സത്യം തന്നെയാ. അല്ല മോളെ, അപ്പം നിന്റെ പിണക്കൊക്കെ മാറിയോ? അത് പിന്നെ അമ്മേ, ഇനി അതിനെക്കുറിച്ച് ആന്റി എന്നങ്ങണ്ടല്ലേ വിളിക്കുന്നേ വർഷ. ആന്റി ഇനി അതിനെക്കുറിച്ച് സംസാരിക്കൊന്നും വേണ്ട. പിണക്കമൊക്കെ അതൊക്കെ ഒരു സൈഡില്, അതൊക്കെ നിൽക്കട്ടെ. ദേ കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു പോയി. ഇനിയിപ്പം നമുക്ക് പുതിയ കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മതി. പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ. അടിയും വഴക്കും ഒക്കെ ആയിട്ട് എൻ്റെ ശ്രീകാന്തിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് നമ്മുടെ ശ്രുതി കേട്ടോണ്ട് വരികയാണ്, ശ്രുതി കണ്ടോണ്ട് വരികയാണ്. ശ്രുതി കണ്ടതും താടി കൈവച്ച് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര വന്നല്ലോ, ഇനിയിപ്പം എന്താ ചെയ്യുക? ഈ പ്രശ്നം ഒന്ന് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാന്ന് ഓർത്തതാ. ഇനിയിപ്പം വർഷയും വന്ന സ്ഥിതിക്ക് എൻ്റെ തലയിലായിരിക്കുമല്ലോ ആൻറ്റി കയറുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ശ്രുതി ഇങ്ങനെ കണ്ണ് ഇങ്ങനെ പൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിച്ചു, അല്ല ശ്രുതിയടുത്തേക്ക് എന്താ പറ്റി? ഒരു വിഷമം പോലെ, ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, നിങ്ങൾ വന്നത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അതും കൊണ്ടല്ല, പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പം, അല്ല പെട്ടെന്ന് വർഷയുടെ ദേഷ്യമൊക്കെ പോയോ? അത് ദേഷ്യമൊക്കെ ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോകുന്നത്? സ്വന്തം അച്ഛനെയല്ലേ തല്ലിയത്? അപ്പൊ ഏതാണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറയുന്ന പോലെ തോന്നുന്നു കേട്ടോ. അപ്പൊ രേവതി ചോദിച്ചു, അല്ല ഇപ്പം ശ്രുതിക്ക് എന്താ വേണ്ടത്? വർഷയ്ക്ക് ഇങ്ങോട്ട് വന്നത് തെറ്റായി പോയിന്നാണോ ശ്രുതി പറയുന്നത്? ശ്രുതി വർഷ തന്നെ പറഞ്ഞല്ലോ എല്ലാം പോട്ടെ സാരമില്ല, കഴിഞ്ഞു പോയതാണെന്ന്. പിന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് രേവതിയും ചോദിച്ചു. അപ്പൊ നമ്മുടെ സച്ചി മാറി നിന്ന്, സച്ചി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കയ്യിലൊരു കേക്കൊക്കെ ഉണ്ടേ. അപ്പൊ ആ ഒരു കയ്യിലുള്ളൊരു കേക്ക് കണ്ട ഉടനെ തന്നെ, അല്ല ഇത് ഇങ്ങനെ തൂക്കി പിടിച്ച കണ്ട ഉടനെ തന്നെ ഇതെന്താ കയ്യില് എന്നിങ്ങനെ ശ്രുതി വെച്ചപ്പം, ഇതേ ഒരു കേക്കോ ഇന്ന് ആരുടെങ്കിലും പിറന്നാളാണോ? പെരുന്നാളിന് മാത്രമാണോ ആന്റി കേക്ക് മുറിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലെ സന്തോഷം വന്നാൽ നമ്മൾ കേക്ക് മുറിക്കണം. ഇത് ഇന്നത്തെ എന്റെ സന്തോഷത്തിന്റെയാ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കേക്കൊക്കെ മുറിക്കാന്ന് പറയാട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ നാളെ കാണിക്കുമായിരിക്കും, അതോ ഇതിന്റെ കുറച്ചേ കാണിക്കത്തുള്ളൂ എന്നും അറിയില്ല. എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കും നാളത്തെ വിശേഷം അവസാനിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പം ഇതിനേക്കാൾ കുറച്ചായിരിക്കും കേട്ടോ കാണിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബാലൻസ് ആണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ അപ്കമിങ് വിശേഷം നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിലും ഇടുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് മറക്കാതെ നിങ്ങൾ കണ്ടേക്കണം കേട്ടോ. ഒന്ന് കയറി ഞാൻ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തേക്കാം. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി, ജിൽജിൽ ജെന്നുവിന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി. അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി അഥവാ പോസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. പോസ്റ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്ന ചാനലിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെ ഇതിന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. ടാറ്റാ ബൈ ബൈ.